സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നിരിക്കെ അതിന് ഭരണഘടനാപരമായ ഒരു അംഗീകാരം ആവശ്യമുണ്ടോ? അതുപോലെ തന്നെയാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന കാര്യവും. ഹിന്ദുസ്ഥാൻ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. ഇന്ത്യയെ മാതൃരാജ്യമായി കരുതുന്നവരും ഇന്ത്യൻ സംസ്കാരത്തെ വിലമതിക്കുന്നവരും ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. അതിന് പ്രത്യേക ഭരണഘടനാപരമായ അംഗീകാരം വേണ്ട. ഇതാണ് സംഘത്തിന്റെ പ്രത്യയശാസ്ത്രം. ഡിസംബർ 21 കൊൽക്കത്തയിൽ നടന്ന RSSന്റെ ശതാബ്ദി പരിപാടിയിൽ വെച്ച് RSS മേധാവി മോഹൻ ഭഗവത് നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണിത്. ഇന്ത്യ നിലവിൽ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും അതിന് ഇനി പ്രത്യേകം ഭരണഘടനാ അംഗീകാരം വേണ്ട എന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് മോഹൻ ഭഗവത് കൊൽക്കത്തയിൽ പറഞ്ഞതെന്നും അതിനെതിരെ ഉയരുന്ന വിമർശനങ്ങളും വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. ഇന്ത്യ ഇപ്പോൾ തന്നെ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. അതിന് പ്രത്യേകം ഭരണഘടനാപരമായ അംഗീകാരത്തിന്റെ ആവശ്യമില്ല എന്നതായിരുന്നു മോഹൻ ഭഗവതിന്റെ പ്രസ്താവന. ഹിന്ദു എന്നത് ഒരു പ്രത്യേക മതമല്ലെന്നും മറിച്ച് ഇന്ത്യയിലെ എല്ലാവരുടെയും സാംസ്കാരിക സ്വത്വമാണ് അതെന്നുമായിരുന്നു മോഹൻ ഭഗവതിന്റെ വാദം. അതിനാൽ തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും സാംസ്കാരികമായി ഹിന്ദുക്കളാണെന്നും മോഹൻ ഭാഗവത് അവകാശപ്പെടുന്നു. സൂര്യന് കിഴക്കുദിക്കാൻ ഭരണഘടനാ അനുമതി ആവശ്യമില്ലാത്തതുപോലെ ഇന്ത്യക്ക് ഹിന്ദു രാഷ്ട്രമാകാനും പ്രത്യേക അനുമതി ആവശ്യമില്ലെന്നും RSS മേധാവി പറയുന്നു. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ പാർലമെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാത്തതിലുള്ള അമർഷവും അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലുണ്ട്. എന്നാൽ പാർലമെന്റിൽ നടപടി ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നതിനെ തങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും തങ്ങൾ ഹിന്ദുക്കളാണെന്നും അതിനാൽ ഇന്ത്യ ഇപ്പോൾ തന്നെ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും മോഹൻ ഭഗവത് പ്രസംഗത്തിൽ പറഞ്ഞു വെക്കുന്നു. മോഹൻ ഭഗവതിന്റെ ഈ പ്രസ്താവനകളെ കേവലം ഒരു ചടങ്ങിലെ പ്രസംഗമായി തള്ളിക്കളയാനാകില്ല എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ചില പ്രത്യേക ലക്ഷ്യത്തോടെയുള്ള പ്രഖ്യാപനമാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കാനുള്ള RSSന്റെ ശ്രമമായിട്ടും മോഹൻ ഭാഗവതിന്റെ ഈ പ്രതികരണത്തെ വിമർശകർ നോക്കിക്കാണുന്നു. സംഘടനയുടെ 100ാം വർഷം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ തങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യമായ ഹിന്ദു രാഷ്ട്രം എന്ന ആശയത്തിന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതെന്നും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. സാമൂഹികമായും സാംസ്കാരികമായും ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറ്റുക എന്ന RSSന്റെ ദീർഘകാല അജണ്ടയുടെ ഭാഗമായും മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയെ കാണാം. എന്നാൽ ഭരണഘടനയുടെ ആമുഖത്തെ തന്നെ തള്ളിക്കളയുന്നതാണ് RSS മേധാവിയുടെ ഈ പ്രസ്താവന. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് വ്യക്തമാക്കുന്നതാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ മതേതരത്വം ഒരു അടിസ്ഥാന മൂല്യമായി ഉറപ്പിച്ചിട്ടുണ്ട്. എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ അവകാശമുള്ള ഒരു രാജ്യത്ത് ഒരു പ്രത്യേക മതത്തിന്റെയോ സംസ്കാരത്തിന്റെയോ പേരിൽ രാഷ്ട്രത്തെ നിർവചിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം പ്രസ്താവനകൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കുമെന്നും വിമർശകർ പറയുന്നു. മോഹൻ ഭഗവതിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ആക്രമണങ്ങൾ നടന്നതെന്നും കാണേണ്ടതുണ്ട്. ഡിസംബർ 21 ഈ പ്രസംഗത്തിന് ശേഷം രാജ്യത്തുടനീളം സംഘപരിവാർ സംഘടനകളാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടു. ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലമാക്കാനും വൈദികരെയും ആരാധനാലയങ്ങളെയും ആക്രമിക്കാനും സംഘപരിവാർ സംഘടനകൾക്ക് RSS മേധാവിയുടെ ഈ പ്രസ്താവന ഇന്ധനം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും പൂർവികർ ഒന്നു തന്നെയാണെന്നും അവർ സാംസ്കാരികമായി ഹിന്ദുക്കളാണെന്നും ഈ പ്രസംഗത്തിൽ മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു. ഇത് ചരിത്രത്തെ തിരുത്തിയെഴുതാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് വിമർശകർ പറയുന്നത്. ഇന്ത്യൻ ജനതയുടെ പൂർവികർ സാംസ്കാരികമായി ഹിന്ദുക്കളാണ് എന്നതിന് ശാസ്ത്രീയമോ ചരിത്രപരമോ ആയ തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ മോഹൻ ഭാഗവതിന് എങ്ങനെയാണ് ഇത് ഉറപ്പിച്ചു പറയാനാവുക എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇന്ത്യയുടെ കരുത്തെന്ന് പറയുന്നത് വൈവിധ്യമാണ്. എന്നാൽ ആ വൈവിധ്യത്തെ തകർക്കുന്നതാണ് മോഹൻ ഭാഗവതിന്റെ ഈ പ്രസംഗം. ഇന്ത്യയിൽ ഒരു ഏകശിലാത്മക സാംസ്കാരിക സ്വത്വം നിർമ്മിക്കാനുള്ള RSSന്റെ ശ്രമം ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കുമെന്ന പോലെ തന്നെ ഗോത്രവർഗക്കാരുടെയും മറ്റ് പ്രാദേശിക സംസ്കാരങ്ങളെയും ഇല്ലാതാക്കുമെന്നും വിമർശകർ പറയുന്നു. മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ നയതന്ത്ര തലത്തിലും ഇന്ത്യക്ക് തിരിച്ചടിയുണ്ടാകാൻ കാരണമാകുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾ രൂപപ്പെടുത്തിയ സംഘടനയാണ് RSS. ആ സംഘടനയുടെ മേധാവിയുടെ വാക്കുകളെ രാജ്യത്തിന്റെ തന്നെ വാക്കുകളായി വിലയിരുത്തപ്പെട്ടേക്കാം. ഇന്ത്യയുമായി സൗഹൃദം പുലർത്തുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ നിലപാടുകളിൽ പോലും മാറ്റം വരുത്താൻ ഇത്തരം പ്രസ്താവനകൾ കാരണമാകുമെന്നാണ് വിമർശനങ്ങൾ.